പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ എബിലിറ്റിയാണ് ദൈവം നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്നത്. ആ സംസാരത്തിലൂടെ, ആ ദൈവം തന്ന എബിലിറ്റിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്മേൽ രഹസ്യങ്ങളെ, ദൈവപ്രവർത്തികളെ, എന്തിനു പറയുന്നു, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഹിഡനായി കിടക്കുന്ന കാര്യങ്ങളെ വരെ അൺലോക്ക് ചെയ്യുവാൻ പറ്റും. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശബ്ദമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ, പ്രവചന ശബ്ദങ്ങൾ, ആമേൻ, ദൈവാത്മ പ്രേരിതമായി നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതെങ്കിൽ, ഇന്ന് തൊട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അനേകരുടെ ജീവിതത്തിന്മേൽ ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി, നിങ്ങളുടെ ജീവിതത്തിന്മേലും ഇതൊരു അനുഗ്രഹത്തിന് കാരണമായിരിക്കും. ആമേൻ. ഇന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ശബ്ദമേറിയ സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേരണ തന്ന ഒരു ദൈവ ശബ്ദം അല്ലെങ്കിൽ ഒരു ദൈവിക ചിന്ത ഇപ്രകാരമാണ്. ആമേൻ. ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകി തന്നിരിക്കുന്നത്. ഞെരുക്കം അനുഭവിക്കുന്നവർ, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തു ചെയ്താലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെടുവാൻ പറ്റാത്ത രീതിയിൽ, ആമേൻ, ഒതുക്കപ്പെടുന്ന അനുഭവം, ആമേൻ, ഞെരുക്കം അനുഭവിക്കുന്ന ഈ അനുഭവം. പ്രവാചകനായ ഏലിയാവിനെ വിധവയുടെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വിധവ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഞെരുക്കമാണ്. ഉള്ളത് തിന്നിട്ട് മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രവചന ശബ്ദത്തിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ചില സഹോദരി സഹോദരന്മാരെ, ആമേൻ, ദൈവാത്മാവ് കാണുന്നു. എന്നാൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതൊരു സീസണിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ആമേൻ. ഇതൊരു സീസണിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ആ സീസൺ പെട്ടെന്ന് മാറിപ്പോകുമെന്ന്, അടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു മേഖല ദൈവം ഓപ്പൺ ചെയ്യുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ശബ്ദത്തിലൂടെ, ഈ വിടുതലിൻ ശുശ്രൂഷകളിലൂടെ സംസാരിക്കുകയാണ്. പ്രവാചകൻ കടന്നു വന്ന ഭവനത്തിന്റെ ആത്മീയ ശൂന്യത മാറ്റി, ആ ഭവനത്തിന്റെ ഞെരുക്കം മാറ്റി. ലോകം മൊത്തം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ ജനം മൊത്തം, ആമേൻ, എന്തിനു പറയുന്നു, രാജകൊട്ടാരം തൊട്ട് സകല ജനവും വെള്ളം കിട്ടാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബത്തെ ക്ഷാമകാലഘട്ടത്തിൽ ദൈവം ക്ഷേമമായി പരിപാലിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ സീസണിൽ ദൈവം നിങ്ങളെ ക്ഷേമമായി പരിപാലിക്കും, ക്ഷേമമായി പരിപാലിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ ഇന്ന് തൊട്ട് എന്നോടൊപ്പം ഈ സന്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ ദൈവ പ്രവൃത്തി കാണുവാൻ വേണ്ടി പോകുകയാണ്.
സമകാലഘട്ടത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ദിവസമാണിത്. ദൈവം ചെയ്യുന്ന നിമിഷങ്ങളാണിത്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ക്ഷാമത്തിൽ കൂടി കടന്നു പോകുന്ന, ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്ന, എന്തു ചെയ്തിട്ടും അവൻ സക്സസ് കാണാതെ വളരെയധികം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ കർത്താവ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. അദാരിദ്ര്യത്തെ ഭവനത്തിൽ നിന്ന് ദൈവം തുടച്ചു മാറ്റുന്നതിനായി, അദാരിദ്ര്യത്തെ ഭവനത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഞെരുക്കത്തെ ദൈവം മാറ്റും. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിശാലത കൊണ്ട് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ വിശാലത, ദൈവിക നന്മകൾ ചില കുടുംബങ്ങൾ അനുഭവിക്കട്ടെ. അതിനെഗനസ്റ്റായി നിൽക്കുന്ന സകലവിധ വ്യാപാരത്തെയും യേശുവിന്റെ നാമത്തിൽ നിയോഗത്തിൽ നിന്നുകൂടെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവം അത് ചെയ്യും, യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ആ സന്ദേശത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാം. അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്റെ ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന് അവൻ ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി എന്ന് പറയുന്നത് 115 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യരുണ്ടാക്കിയ പല കാര്യങ്ങളുണ്ട്. അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. 115 സങ്കീർത്തനമാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ നിന്നെ കാണുന്ന ദൈവമാണ്. അവൻ നിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്നെ സ്പർശിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആരൊക്കെയോ പറയുന്നത്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് ഒരു ദൈവപ്രവൃത്തി പോലും കാണുന്നില്ലല്ലോ. എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഇല്ല, അവൻ പ്രാർത്ഥനകൾക്ക് കേട്ട് മറുപടി തരുന്ന ദൈവമാണ്. ചിലരുടെ ജീവിതത്തിന്മേൽ അക്ഷരികമായി ആ ദൈവപ്രവൃത്തികൾ സംഭവിച്ചിരിക്കും. ആമേൻ. അതിൽ ഒരു എബിലിറ്റിയാണ്, നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവൻ സംസാരിക്കുന്ന ദൈവമാണ്, അവന് സംസാരിക്കുന്ന ദൈവമാണ്. ഇതേ എബിലിറ്റി തന്നെയാണ് ദൈവം നിങ്ങൾക്കും എനിക്കും നൽകി തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ആഴ്ച 3 ആഴ്ച മുമ്പുള്ള ഒരു മെസ്സേജിൽ ഞാൻ ഇതിന്റെ ഒരു ഭാഗം പരാമർശിച്ച് കടന്നു പോകുവാനിടയായി. ആമേൻ. ഇതേ എബിലിറ്റി ദൈവം ഉണ്ടാക്കിയ സകല മൃഗങ്ങളെയും നിങ്ങൾ നോക്കുക. ഒരു മൃഗം പോലും നിങ്ങളുടെ അടുത്ത് രാവിലെ വന്നിട്ട്, ബ്രദറെ എന്തുണ്ട് വിശേഷം, സിസ്റ്ററെ എന്തുണ്ട് വിശേഷം എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു മൃഗത്തിനു പോലും സംസാരിക്കുവാനുള്ള എബിലിറ്റി ഇല്ല. ആമേൻ. ഇവിടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് ദൈവത്തെ പോലെ സംസാരിക്കുവാനുള്ള എബിലിറ്റി കൊടുത്തു. ആമേൻ. അതൊരു വലിയ പ്രത്യേകതയാണ്. നാവിന്റെ അധികാരത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിന്റെ നാവ് ഉപയോഗിച്ച് ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ വെപ്പണായ നാവ് ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ നിനക്ക് തരണം ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. യേശുവിന്റെ അടുക്കിലേക്ക് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ആദ്യം ഒരു പിതാവ് തന്റെ മകനെ കൊണ്ടുവന്ന്, ചന്ദ്രരോഗിയായ മകനെ. ഇവൻ വെള്ളം കാണുമ്പോൾ വീഴും. ഇവന്റെ മേൽ വെളിപ്പെട്ടൊരു സ്പിരിറ്റ് ഉണ്ട്. എന്നാൽ ശിഷ്യന്മാർ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച പണി 18 നോക്കി, ഒരു തരത്തിലും സൗഖ്യം കൊടുക്കാൻ പറ്റിയില്ല. ആ പിതാവ് വളരെ വേദനയോടുകൂടി
ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ്: നിനക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയം യേശുവിന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവന്നാൽ അവിടെ നിന്റെ വിജയം തുടങ്ങുകയാണ്. ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ്. പല കുടുംബങ്ങളുടെ മേൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങൾ ഈ ശീശന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം രാത്രി 10:30 തൊട്ട് 11:30 വരെ ശക്തമേറിയ പ്രാർത്ഥനകൾ നമ്മൾ ലൈവായി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും. അത് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട്. ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ദൈവ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സൂം മീറ്റിംഗിന്റെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവൻ ഞാൻ പറഞ്ഞുവല്ലോ, അവൻ ഈ ചന്ദ്രരോഗിയായ വ്യക്തിയുടെ പിതാവ് ശിഷ്യന്മാരിൽ നിന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടും. ആമേൻ. നിന്റെ ഏറ്റവും വലിയ പരാജയം വരെ എന്റെ യേശുവിന് വിജയമാക്കി തീർക്കാൻ പറ്റും. യേശുക്രിസ്തു ഈ ചന്ദ്രരോഗിയെ സൗഖ്യമാക്കിയതിനു ശേഷം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയാനിടയായി തീർന്നു. ആമേൻ. വിശ്വാസത്തോടുകൂടെ ഈ മലയോട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. അതാണ് നാവിന്റെ അധികാരത്തെ പറ്റി യേശു പറയാനിടയായത്. ഇന്ന് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ അവരോട് പറയുന്ന ദൈവിക സന്ദേശം ഇതാണ്: നാവിന്റെ അധികാരത്തെ ഉപയോഗിക്കുക. ഞാൻ നാവിന്റെ അധികാരം ഉപയോഗിക്കാൻ പറയുമ്പോൾ ഇത് വെറുതെ നടക്കുകയില്ല. ഫോർ 100% ഇത് ചുമ്മാ നടക്കുകയില്ല. നീയും ഞാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമേൻ, ആ ബന്ധത്തിൽ സഞ്ചരിക്കുന്നവരുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. ഇന്ന് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു തീരുമാനത്തോടുകൂടി ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാട്ടെ. തീരുമാനത്തോടു കൂടി ചെയ്യണം. ഞാൻ യേശുവിനോട് കൂടെ നടക്കും. എന്റെ നാവിന്റെ അധികാരം ഞാൻ ഉപയോഗിക്കും. വലിയ ദൈവപ്രവൃത്തി ഞാൻ കണ്ടിരിക്കും. ആമേൻ. ഇത് നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ, നമ്പർ 1, ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. നമ്പർ 2, ആമേൻ, എന്റെ നാവിന്റെ മേൽ കിടക്കുന്ന ദൈവിക അധികാരം ഞാൻ ഉപയോഗിക്കും. നമ്പർ 3, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സീസന്റെ മേൽ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്മേലും നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേലും നടന്നിരിക്കും. ഒറ്റൊരു വാക്യം പെട്ടെന്ന് നമ്മൾക്ക് വായിക്കാം. സദൃശവാക്യം അതിന്റെ 18-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്: മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. 1, മരണം. 2, ജീവൻ. ഇത് എവിടെയാ ഇരിക്കുന്നത്? നിന്റെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അർത്ഥാൽ നീ എന്തു പറയുന്നോ
അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ആമേൻ. എന്നിട്ട് അടുത്ത പദം പറയുകയാണ്, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ചിലർക്ക് എപ്പോഴും ജീവിതത്തെ നോക്കിക്കൊണ്ട് നെഗറ്റീവ് പറയാൻ ഇഷ്ടമാണ്. ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ നോക്കിക്കൊണ്ട് ഒരിക്കലും നന്നാവുമെന്ന് അവർ പറയുകയില്ല. ഇന്ന് അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെട്ടേരെ ഇന്ന് തൊട്ടൊരു തീരുമാനം എടുക്കുക. ഒരിക്കലും എന്നെ പറ്റിയോ എൻ്റെ മക്കളെ പറ്റിയോ എൻ്റെ ഭാവിയെ പറ്റിയോ ഞാൻ നെഗറ്റീവ് പറയുകയില്ല. പോസിറ്റീവ് മാത്രമേ പറയുകയുള്ളൂ. ദൈവവചനം എന്നെ പറ്റി എന്തു പറയുന്നു അത് ഞാൻ പറയും. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച 1-2 തവണ പറഞ്ഞ ഉദാഹരണമാണ്, അത് ഒന്നുകൂടി ഞാൻ പറയാം. മോശ എവിടെ നിൽക്കുകയാണ്? ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം ചെങ്കടൽ ആർത്തിരമ്പുന്ന തിരമാലയാണ്. ആമേൻ. ഈ ചെങ്കടൽ ആരുടെയും മുമ്പിൽ തല കുനിച്ചു കൊടുത്തിട്ടില്ല. ചിലർക്ക് പറയുന്നത് ഇതുപോലെയാണ്, ആരുടെ മുമ്പിലെയും തല കുനിച്ചു കൊടുക്കാത്ത വിഷയമാണ് പാസ്റ്ററിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടണ്ട. നീ ദൈവത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വിഷയം മാറിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പ്രീശലോ മെസ്സേജുകൾ ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രീശലോ അനേകരിലേക്ക് ഈ മെസ്സേജ് എത്തുകയും പ്രീശലോ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയും ചെയ്യുകയാണ്. ആമേൻ. നിങ്ങൾ നോക്കുക, ചെങ്കടലാണ് അവന് മുമ്പിൽ നിൽക്കുന്നത്. പുറകിൽ ഫറവോന സൈന്യമാണ്. 2 ഭാഗത്തും വലിയ മലകളാണ്. എങ്ങനെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും? ചോദ്യമാണ്. സത്യമല്ലേ? ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ആ ചെങ്കടലിന് നേരെ നിന്റെ വടി എടുത്ത് നീട്ടുക. അതുപോലെ തന്നെ അവൻ ചെയ്തു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ചെങ്കടൽ 2ആയി വിഭജിച്ചു. ഇന്ന് ചിലരോട് പ്രവചന ശബ്ദം, നിന്റെ മുമ്പിലെ വിഷയങ്ങൾ 2ആയി വിഭജിക്കും. അതിനധികം നാള് എക്സ്പയർ ഡേറ്റ് ഇല്ല. അത് പെട്ടെന്ന് തീർന്നു പോകും. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ ഇന്നത്തെ മീറ്റിംഗിന്റെ മേലെ സംഭവിക്കട്ടെ. നോക്കുക, ആ ചെങ്കടൽ അവന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ദൈവം തന്നിരിക്കുന്ന അധികാരം നീ ഉപയോഗിച്ചു തുടങ്ങും. നിന്റെ നാവിന്റെ ശക്തിയെ നീ ഉപയോഗിച്ചു തുടങ്ങും. അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഞാൻ ഇന്നലെ ഞായറാഴ്ച സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പാലക്കാടുള്ള നമ്മുടെ ശുശ്രൂഷകൾ, ഞാൻ എല്ലാ ഞായറാഴ്ചകളും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിലുള്ള JB റോഡിന്റെ ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിലുള്ള സിൽവർ ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ഞാൻ ചർച്ചിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം പറയാനിടയായി തീർന്നു. യെശയ്യാവിന്റെ ജീവിതത്തിന്മേൽ, യെശയ്യാവ് ഒരു പ്രവാചകനാണ്, പഴയ നിയമത്തിലുള്ള ശക്തനായ പ്രവാചകനാണ്. ആ പ്രവാചകനായ യെശയ്യാവ് 6 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്റെ ചുറ്റുപാടുമുള്ള ജനതയ്ക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിച്ചു നടന്ന വ്യക്തിയാണ്. എന്നാൽ 6ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൊരു സ്വർഗീയ ദർശനം കാണും. കർത്താവേ, ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇതുപോലെയുള്ള ഡിവൈൻ വിഷനുകൾ ഇവരുടെ ജീവിതത്തിന്റെ മേൽ ആക്റ്റീവ് ആകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ സീസണിന്റെ മേൽ ഡിവൈൻ വിഷൻ കൊണ്ട്, സ്വർഗീയ ദർശനം കൊണ്ട് ദൈവം പലരെയും നിറയ്ക്കുവാനിടയായിത്തീരും യേശുവിന്റെ നാമത്തിൽ. ആ ദർശനം കണ്ട് അവൻ കാണുന്നത് കർത്താവായ ദൈവം ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടൊരു ദൂതൻ ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കട്ട അല്ലെങ്കിൽ അവൻ അത് എടുത്ത് യെശയ്യാവിന്റെ നാവിൽ കൊണ്ടുവന്ന് വെക്കുവാനിടയായി.
അതോടുകൂടി അവന്റെ നാവ് ക്ലിയറായി. പിന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് 6-ാം അധ്യായത്തിന്റെ തൊട്ടു മുമ്പ് വരെ എല്ലാവരുടെയും ജീവിതത്തിൽ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ എപ്പോഴും ലിമിറ്റേഷനുകൾ ഉണ്ടായിരുന്നു പ്രവചനത്തിന്. ദൈവത്തിന്റെ ദൂതൻ ഏതു നിമിഷം അവന്റെ നാവിനെ തൊട്ടോ അവൻ കാലഘട്ടത്തിന് അഹേടായി സഞ്ചരിച്ചുകൊണ്ട് അവൻ പ്രവചിക്കുവാനിടയായി തീർന്നു. 750 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യം അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രവചിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്മേൽ സംഭവിച്ചു. അവന്റെ ജീവിതത്തിന്മേലല്ല, നമ്മുടെ ജീവിതത്തിന് മേൽ സംഭവിച്ചു. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഇതൊക്കെ പറഞ്ഞത് ഒരു ദർശനത്തിന്റെ മേൽ നടന്ന മാറ്റമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം, കർത്താവേ എന്റെ നാവിനെ ഒരു വെപ്പണായി ഉപയോഗിക്കുവാൻ. എന്റെ നാവിനെ ഒരു വെപ്പണായി ഉപയോഗിക്കുവാൻ ദൈവം എനിക്ക് എബിലിറ്റി തരണമേ, എനിക്ക് എബിലിറ്റി തരണമേ, എനിക്ക് എബിലിറ്റി തരണമേ. നിങ്ങൾ നോക്കുക, ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ ഇരുൾ വ്യാപരിച്ചിരുന്നു. ആ ഇരുളിലേക്ക് എന്റെ ദൈവം വെളിച്ചത്തെയാണ് കൽപ്പിച്ചത്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? കയോസിന്റെ നടുവിൽ വെളിച്ചം വെളിപ്പെട്ടു. ഇതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിന്റെ മേലെ കയോസ് മാറി ജീവൻ വെളിപ്പെടട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അത്ഭുത രോഗസൗഖ്യങ്ങൾ നിന്റെ ശരീരത്തിന്റെ മേൽ സംഭവിക്കട്ടെ. കേസുകളിൽ ഒരു പുരോഗതി കാണാതെ ഏതൊക്കെയോ ദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നവർ എന്നെ കാണുന്നവരുണ്ട്. ട്രാവൽ ബാനാണ്, പുറത്തു വരാൻ പറ്റാത്ത മേഖലയാണ്. അതിന്റെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നാവിന്റെ അധികാരം നീ ഉപയോഗിച്ചു തുടങ്ങുക. നാവിന്റെ അധികാരം നീ ഉപയോഗിച്ചു തുടങ്ങുക. അത് ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്മേൽ ഓരോ ദിവസവും നിനക്ക് കാണാൻ പറ്റും. അക്ഷരികമായി ചിലർ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ ജനം വളരെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അവരുടെ മേൽ ദൈവിക എബിലിറ്റി ഇന്നു തൊട്ട് വെളിപ്പെടട്ടെ. മാറ്റങ്ങൾ ഇന്നു തൊട്ട് സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ ഇന്നു തൊട്ട് സംഭവിക്കട്ടെ. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഇന്നു തൊട്ട് ആ നാവിന്റെ അധികാരം അവർ ഉപയോഗിച്ചു തുടങ്ങട്ടെ. ദൈവം അത് ചെയ്യും. യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും.